പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബ്രെഡ് കൊണ്ട് പക്കോട ഉണ്ടാക്കാൻ പോവുകയാണ്. 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നല്ല പച്ച ബ്രെഡാണ്. പിന്നെ സവാള അരിഞ്ഞത്, അതിൻ്റെ കൂടെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യമുള്ളത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പം നമുക്ക് ആദ്യം ബ്രെഡ് കുഴയ്ക്കാം. പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴയ്ക്കുന്നത്. നമ്മൾ ബ്രെഡെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. ഇനി അതിനകത്ത് ഒരിച്ചിരി മുളക് പൊടിയേ ഇടുന്നുള്ളൂ. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളം തളിച്ച്, പച്ചവെള്ളമാണ് തളിക്കുന്നത്, അത് തളിച്ച് നമുക്ക് കുഴച്ചൊരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അങ്ങനെ കുഴച്ചെടുക്കാം. ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം. ഞാനിവിടെ തക്കാളി ചേർക്കുന്നില്ല, അത് ഓപ്ഷണലാണ്. ആവശ്യമാണെങ്കിൽ ചേർത്തെടുക്കാം. നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിന് നമ്മളിവിടെ നമ്മുടെ ബ്രെഡും സവാള ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളകും ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയായിട്ട് നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ചീനിച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ അത് ചൂടായിട്ട് നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരി എടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനൊരു കഷ്ണം ചെറിയൊരു ഉള്ളി എടുത്തിട്ട് നോക്കി. അപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ച നമ്മുടെ ബ്രെഡിൻ്റെ മാവ് നമുക്കിതിലിട്ട് വറുത്ത് കോരാം. ഞാനിവിടെ ഷേപ്പിലൊന്നും അല്ല എടുക്കുന്നത്, ഇങ്ങനെ ഇച്ചിരി എടുത്ത് ഒരു ചെറിയൊരു ഇത്രയേ ഉള്ളൂ, ഇത്രയായിട്ട് എടുത്ത് നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാം കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാതെയും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് ശരിയാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരിയായിട്ട് വരുന്നുണ്ട്. ഒരു വശം ചെറുതായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ആയതൊക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് പറ്റും കേട്ടോ. പിന്നെ ഇതിനകത്ത് തക്കാളി ഇട്ടും നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം, പക്ഷേ അത് എനിക്ക് വലിയ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. അപ്പം ഞാനതുകൊണ്ടാണ് തക്കാളി ഒഴിവാക്കിയത്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മറിച്ചിട്ട് 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, കണ്ടോ. നമുക്കിതിനെ കോരിയെടുക്കാതെ
അപ്പോൾ നമുക്ക് ബാക്കി ഇരിക്കുന്ന നമ്മുടെ ബ്രെഡ് കുഴച്ച മാവുണ്ട്, ബാക്കി കൂടെ നമുക്കെല്ലാം ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ലാസ്റ്റ് നമ്മൾ കുഴച്ച് വെച്ച മാവ് നമ്മുടെ ബ്രെഡിൻ്റെ മാവാണ്. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ അത് 3 എണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയാകും. അങ്ങനെ നമ്മുടെ ബ്രെഡെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. കണ്ടോ, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തരാ.